ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ഒരറ്റത്തുമാണ് നമ്മൾ പ്രാഥമികമായിട്ട് തീ ഒറിജിനേറ്റ് ചെയ്തായിട്ട് കാണുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ ഫോറൻസിക്കും അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും ഒക്കെ അത് സംബന്ധിച്ച് കൂടുതൽ പഠനം നടത്തുന്നുണ്ട്. ദുരൂഹത പറയാൻ കഴിയില്ലല്ലോ, ഇത് കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ് തീ പിടിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തൊക്കെ ഒരുപാട് ഫയർ ലോഡ് സാധനങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഫാബ്രിക്സിൻ്റെ ഐറ്റംസ്, ടെക്സ്റ്റൈൽസ്, എല്ലാ സാധനങ്ങളും ഒരുപാട് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു. പിന്നെ പാസേജുകളിലും സ്റ്റോറേജ് കൂടുതലായിരുന്നു. പിന്നെ നമുക്ക് വെള്ളം അടിച്ചാൽ അങ്ങോട്ട് എത്തുന്നുണ്ടായിരുന്നില്ല. അത് പ്രധാനമായിട്ടും ഈ ടിൻ ഷീറ്റ് വെച്ചിട്ട് ഈ സൈഡൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ സൈഡൊക്കെ ടിൻ ഷീറ്റ് വെച്ച് അടച്ചിട്ടുള്ളതുകൊണ്ടും പിന്നെ അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ ഗ്ലാസ് പാർട്ടിഷൻ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് അടച്ചിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റാത്തത്. അതുകൂടാതെ അത് കഴിഞ്ഞാൽ ഒരു പാസേജാണ്. പാസേജ് കഴിഞ്ഞാൽ റോളിംഗ് ഷട്ടറാണ്. ഇതിൻ്റെ അകത്താണ് ഫ്ലൈമബിൾ മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ തീപിടിച്ച വസ്തുക്കൾ ഉണ്ടായിരുന്നത്. ഫയർ ഓഡിറ്റൊക്കെ നമ്മൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്, പലർക്കും നോട്ടീസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് ഈ വർഷം കഴിഞ്ഞ വർഷമായിട്ട് നമ്മൾ കൂടുതൽ ഹൈ റൈസ് ബിൽഡിങ്സിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ ആ ബിൽഡിങ്ങുകൾക്കൊക്കെ നമ്മൾ ഫയർ ഓഡിറ്റ് നടത്തിയിട്ട് ലെറ്ററായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അനധികൃതമാണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അതായത് ഫയർ സർവീസിൽ നിന്ന് അവർക്ക് ഈ ബിൽഡിങ്ങിന് NOC നൽകിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അനധികൃതമാണോ അല്ലെന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല. അതായത് ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ഓരോ ആളുകൾക്കും ഒരു സെക്കൻഡ് മണിക്കൂറുകളായിട്ടൊക്കെ തോന്നും. അത് അവരുടെ ഫീലിങ്സ് ആണത്. അപ്പോൾ ഞാനായാലും നിങ്ങളായാലും ഇവിടെ നിൽക്കുമ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞാലൊക്കെ തന്നെ ഭയങ്കര ഇത് വരും. പക്ഷേ ഫയർ സ്റ്റേഷനിൽ 5:05-നാണ് കോൾ കിട്ടിയത്. 5:06-ന് അവിടെ നിന്ന് വണ്ടി പുറപ്പെട്ടിട്ടുണ്ട്, 5:08-ന് എത്തിയിട്ടുമുണ്ട്. അപ്പോൾ അതിലൊന്നും യാതൊരു വീഴ്ചയും വന്നിട്ടില്ല. കൃത്യസമയത്ത് ഫയർഫോഴ്സ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയതിന് ശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, വലിയ ഫയറാണോ അല്ലെങ്കിൽ തീരുമാനിക്കാൻ കഴിയുള്ളൂ, ആ വിവരങ്ങൾ പാസ് ചെയ്യാനും കഴിയുള്ളൂ. ഇവിടെ വന്നു വലിയ കൊള്ളാമെന്ന് മനസ്സിലായി. അതനുസരിച്ച് മറ്റുള്ള എല്ലാ നിലയങ്ങളിൽ നിന്നും വാഹനങ്ങൾ മാക്സിമം നമ്മൾ എത്തിച്ചു, നല്ല രീതിയിൽ ഫയർ ഫൈറ്റ് ചെയ്തു.